ദേവൻ ഒരു കർഷകനായിരുന്നു. വെറും ഒരു കർഷകനായിരുന്നില്ല അവൻ. ഭൂമിയെ, കൃഷിയെ തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു കർഷകൻ. സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ അവൻ ഒരു കൈക്കോട്ടും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങും. അവന്റെ അധ്വാനം അവന്റെ ശരീരത്തിലൂടെ വിയർപ്പായി ഒഴുകിയിറങ്ങി. ആ വിയർപ്പിന്റെ ഫലത്തിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും അവൻ വിശ്രമം നൽകി. മണ്ണിൽ തീർത്ത സ്വപ്നങ്ങളുടെയും അധ്വാനത്തിന്റെയും ഫലം അവന്റെ പാടങ്ങളിൽ സ്വർണവർണ്ണമായി 100 മേനി വിളഞ്ഞു. കൊയ്തെടുക്കുന്ന ഓരോ നെൽമണിയും അവന്റെ ചോര നീരാക്കുന്ന അധ്വാനത്തിന്റെ കഥ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദേവന് ഈ വരുന്ന ചിങ്ങത്തിൽ 30 വയസ്സ് പൂർത്തിയാകും. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കുറെ കാലമായി പെണ്ണുകാണൽ തന്നെയാണ് പരിപാടി, പ്രത്യേകിച്ചും ഞായറാഴ്ചകളിൽ. പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. കാരണം വേറൊന്നുമല്ല, അവന്റെ ജോലി കൃഷിയായത് തന്നെ. ദേവന്റെ അച്ഛനും അച്ഛന്റെ അച്ഛനുമെല്ലാം കർഷകരായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ അവന് മണ്ണിനോടും കൃഷിയോടുമൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ഒഴിവു സമയങ്ങൾ അധികവും അവൻ ചെലവഴിച്ചിരുന്നത് അച്ഛൻ്റെ ഒപ്പം വയലിലായിരുന്നു. തന്നെപ്പോലെ അവനും മണ്ണിനെ സ്നേഹിക്കുന്നതിൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അതിൽ വലിയ സന്തോഷമായിരുന്നു. അവൻ ഡിഗ്രി പഠിക്കുമ്പോഴാണ് അച്ഛന് വയ്യാതെയാകുന്നത്. ഡിഗ്രി എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ജോലി അന്വേഷിച്ച് നടക്കാനൊന്നും നിന്നില്ല. നേരെ അച്ഛൻ്റെ ജോലി ഇങ്ങ് ഏറ്റെടുത്തു. ഏക്കർ കണക്കിന് പാടമുണ്ട്, നെല്ലും പച്ചക്കറികളും. അങ്ങനെ അവൻ്റെ പാടത്ത് വിളയാത്തതായി ഒന്നുമില്ല. കൂട്ടത്തിൽ കുറച്ച് മീൻകൃഷിയും. പക്ഷേ അവൻ്റെ കൃഷിക്കാരൻ എന്ന പദവി ചിലർക്കൊക്കെ കുറച്ചിലായി തോന്നി. എങ്കിലും അവനതൊന്നും കാര്യമാക്കിയില്ല. തനിക്ക് ചേർന്ന, തന്നെയും തൻ്റെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന നല്ലൊരു കുട്ടി തൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് അവൻ വിശ്വസിച്ചു. അങ്ങനെയൊരുവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവൻ. അന്നൊരു ദിവസം വൈകുന്നേരം ചുവന്നു തൊടുത്ത സൂര്യൻ തൻ്റെ വർണ്ണങ്ങൾ ആകാശത്ത് വാരി വിതറി പടിഞ്ഞാറ് മറഞ്ഞു തുടങ്ങിയിരുന്നു. കയ്യിലും കാലിലും പറ്റിയിരിക്കുന്ന ചെളി അവൻ പാടത്തെ തോട്ടിൽ നിന്നും കഴുകി മാറ്റി. എങ്കിലും ഷർട്ടിലും മുണ്ടിലും അവിടവിടെയായി ചെളി പറ്റിപ്പിടിച്ചു നിൽപ്പുണ്ട്. വിയർത്തൊലിച്ച ശരീരവുമായി അവൻ വീട്ടിലെത്തുമ്പോൾ അവൻ്റെ അച്ഛൻ ശങ്കരൻ ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരിപ്പുണ്ട്. രാവിലെ വായിച്ചു വെച്ച പത്രം വീണ്ടും വായിക്കുകയാണ്. പാടത്തു നിന്നും കയറി വന്ന അവനെ കണ്ട് അയാൾ പത്രം മടക്കി ഒരു ഭാഗത്തേക്ക് വെച്ചു. മോനെ ദേവാ, അത് കഴിഞ്ഞെങ്കിൽ ഒന്നിങ്ങോട്ട് വരണേ. രാവിലെ പാടത്തേക്ക് കൊണ്ടുപോയ സാധനങ്ങൾ പിന്നാമ്പുറത്ത് കെട്ടിയിരുന്ന ചായ്പിലേക്ക് കൊണ്ടുവെക്കാൻ പോവുകയായിരുന്നു അവൻ. അപ്പോഴാണ് അച്ഛൻ അത് പറഞ്ഞത്. എന്താ അച്ഛാ, എന്തേലും വയ്യായ്ക തോന്നുന്നുണ്ടോ? ഒരു നിമിഷം അവനൊന്ന് പേടിച്ചു പോയി. ഏയ്, അതൊന്നുമല്ലടാ, ഇത് വേറൊരു കാര്യം പറയാനാ. അവൻ്റെ മുഖത്തെ പേടി കണ്ട് അച്ഛനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എന്നാ ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. എല്ലേൽ വേണ്ട, നീ ചെന്ന് കുളിച്ച് എന്തേലും കഴിച്ചിട്ട് വാ. തിരക്കില്ല, സാവധാനം മതി. അച്ഛൻ പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. അവൻ കൈക്കോട്ടും സാധനങ്ങളും ചായ്പിലേക്ക് വെച്ച ശേഷം കിണറ്റിൻകരയിലേക്ക് നടന്നു. പാടത്തു നിന്ന് വന്ന അധികവും കിണറ്റിൻകരയിൽ നിന്നാണ് കുളിക്കാറ്. പുരയിടം 25 സെന്റ് സ്ഥലമാണ്. അതിൽ 2 നിലയിലുള്ള ഓടിട്ടൊരു തറവാട് വീടും. അമ്മയും അച്ഛനും അവനും മാത്രമേ ആ വീട്ടിലുള്ളൂ. അവൻ ഏക മകനാണ്. അവിടെ വീടിനോട് അടുത്തുകൊണ്ട് വേറെ വീടുകളൊന്നുമില്ല. അതുകൊണ്ട് വിസ്തരിച്ച് കുളിക്കാം. അവിടെ തൊട്ടടുത്ത അയലിൽ തന്നെ മുണ്ടും തോർത്തുമെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. അവൻ കുളിച്ചു കഴിഞ്ഞ് ഒരു മുണ്ടും എടുത്തെടുത്ത് അടുക്കളവാതിലിലൂടെ തന്നെ അകത്തേക്ക് നടന്നു. അമ്മ അടുക്കളയിൽ ചായ വെക്കുകയാണ്. അവൻ വരുന്നത് ദൂരേന്ന് കാണുമ്പോൾ തന്നെ ഉമ്മറത്തിരിക്കുന്ന അമ്മ അടുക്കളയിലേക്ക് ചെല്ലും. അവൻ കുളി കഴിഞ്ഞ് അടുക്കളയിൽ എത്തുമ്പോഴേക്കും അമ്മ ചായ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും. പിന്നെ അടുക്കളയിൽ ഇട്ടിരിക്കുന്ന മേശയ്ക്കരികിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കും. അത് കഴിഞ്ഞ് അവൻ മുറിയിലേക്ക് പോവുകയുള്ളൂ. ചായയ്ക്ക് പലഹാരമായി അടയോ അവില് നനച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. മിക്സ്ചറും ബിസ്ക്കറ്റുമെല്ലാം വാങ്ങി വെച്ചതും ഉണ്ടാകും. പക്ഷേ അവന് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. കായ വറുത്തത് ആണിൽ 2 കഷ്ണം കഴിക്കും, അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം. ഇതൊക്കെയാണ് അവൻ്റെ ശീലം. ഇന്ന് നല്ല ആവിയിൽ പുഴുങ്ങിയെടുത്ത ചൂടുള്ള ഇലയടയാണ് പലഹാരം. തേങ്ങയും ശർക്കരയും ഏലക്കയും ചേർത്ത ഇലയട. അവന് അത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ പാലൊഴിച്ച ചൂട് ചായ കൂടിയായാൽ പാടത്ത് പണിയെടുത്ത അന്നത്തെ ക്ഷീണമൊക്കെ പമ്പ കടക്കുമെന്നാണ് അവൻ പറയാറ്. അച്ഛൻ എന്താ അമ്മയെ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ചായ കുടിക്കുന്നതിനിടയിൽ അവൻ അമ്മയോട് ചോദിച്ചു. അതൊരു കാര്യം, അതെന്താണെന്ന് അച്ഛൻ തന്നെ പറയും. പിന്നെ അച്ഛൻ പറഞ്ഞെന്ന് വെച്ച് മോൻ സമ്മതിക്കാനൊന്നും നിൽക്കേണ്ട. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. അതും നന്നായി ആലോചിച്ചതിന് ശേഷം. അച്ഛനും അമ്മയും എന്നും മോൻ്റെ ഇഷ്ടത്തിൻ്റെ കൂടെയേ നിൽക്കൂ, അമ്മ പറഞ്ഞു. അമ്മ പറയുന്നത് കേട്ട് അവൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി. ഇങ്ങനെ പറഞ്ഞാൽ എനിക്കെങ്ങനെയാ മനസ്സിലാകുന്നേ?
എന്താ കാര്യമെന്ന് വെച്ചാൽ അമ്മ തെളിച്ചു പറയ്. അവൻ പറഞ്ഞതും അമ്മയൊന്ന് ചിരിച്ചു. ഇനിയിപ്പോ ഏതായാലും അച്ഛൻ പറയും. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് നീ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്. അമ്മ പറഞ്ഞതും അവൻ വേഗം ചായ കുടിച്ചു തീർത്ത് ഉമ്മറത്തേക്ക് നടന്നു. അവന് പിന്നാലെ തന്നെ അമ്മയും. എന്താ അച്ഛാ കാര്യം? അച്ഛന് പിറകിൽ ചെന്നു നിന്ന് അവൻ ചോദിച്ചതും അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കി. ആ നീ വന്നോ? മോൻ ചായ കുടിച്ചോ? അച്ഛൻ ചോദിച്ചു. അച്ഛനും അമ്മയ്ക്കും അവനിപ്പോഴും ചെറിയ കുട്ടിയാണ്. ഉവ്, അച്ഛൻ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? അവൻ ചോദിച്ചു. അമ്മ എന്തേലും നിന്നോട് പറഞ്ഞോ? അച്ഛൻ തിരിച്ചു ചോദിച്ചു. അവൻ അമ്മയെയും അച്ഛനെയും ഒന്ന് മാറി മാറി നോക്കി. ഇല്ല, കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. എന്താണേലും എനിക്ക് ഇഷ്ടാണെങ്കിൽ മാത്രം സമ്മതിച്ചാ മതിയെന്ന് പറഞ്ഞു. വേറൊന്നുമല്ല ദേവ, നിനക്കൊരു ആലോചന. അച്ഛൻ പറഞ്ഞതും അവൻ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കി. ഇതൊന്നും ശരിയാവില്ല അച്ഛാ. എല്ലാം പറഞ്ഞിട്ടല്ലേ നമ്മൾ അവിടം വരെ ചെല്ലുന്നേ. അവിടെ ചെന്ന് പെണ്ണും കണ്ട് ഇവിടെ എത്തിയാൽ അവര് വിളിച്ചു പറയും ഇത് ശരിയാവില്ലെന്ന്. അല്ലെങ്കിൽ അവിടെ എത്തിയാൽ പെൺകുട്ടിയോ വീട്ടുകാരോ തന്നെ പറയും ചേറിലും ചെളിയിലും പണിയെടുക്കുന്നവനെ അവർക്ക് വേണ്ടെന്ന്. ഇത് തന്നെ കേട്ടു കേട്ടു മടുത്തു. എനിക്ക് തോന്നുന്നത് ബ്രോക്കർ ദാമോദരേട്ടൻ ഇനി അവരോട് എൻ്റെ ജോലി എന്താണെന്ന് പറയുന്നുണ്ടാവില്ലേന്നാ. എന്താണെങ്കിലും ജോലിയും കാര്യവും പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പോയാൽ മതി. എനിക്ക് വയ്യ കൃഷിക്കാരനാണെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് കേൾക്കാൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മണ്ണിൽ പണിയെടുക്കാനേ പറ്റൂ. എനിക്ക് വയ്യ സിറ്റിയിൽ പോയി പണിയെടുക്കാൻ. എന്നെയും എൻ്റെ ജോലിയെയും മനസ്സിലാക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ മതി. അങ്ങനെ ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അവൻ മനസ്സിലുള്ളതെല്ലാം അങ്ങ് പറഞ്ഞു. എടാ മോനെ, ഇതെന്തായാലും അതുപോലെയാവില്ല. നിന്നെക്കുറിച്ച് എല്ലാം നല്ലതുപോലെ അറിയുന്നവരാ. അച്ഛൻ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. ആര്? അവൻ ചോദിച്ചു. വേറെ ആരുമല്ല, നമ്മുടെ മായ തന്നെ. അച്ഛൻ പറഞ്ഞതും അവനൊന്ന് ഞെട്ടി. അച്ഛൻ ഒരു പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും അമ്മയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല. എതിർപ്പുമില്ല, എന്നാൽ അധിക സന്തോഷവുമില്ല. ആര്? മായയോ? അവനൊരു ഞെട്ടലോടെ തന്നെ ചോദിച്ചു. അതെ, മായ തന്നെ. ഇന്ന് ഉച്ചയ്ക്ക് നീ ഊണ് കഴിച്ചു പോയില്ലേ? അതിൻ്റെ പിന്നാലെ തന്നെ രാഘവൻ വിളിച്ചിരുന്നു. മായയ്ക്ക് കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായില്ലേ? വരുന്ന ജാതകമാണേൽ ഒന്നും അങ്ങോട്ട് ചേരുന്നുമില്ല. അപ്പോൾ അവര് വെറുതെ നിങ്ങളുടെ ജാതകം തമ്മിലൊന്ന് നോക്കി. 10-ൽ 10 പൊരുത്തം. അപ്പോൾ തന്നെ രാഘവൻ ഇങ്ങോട്ട് വിളിച്ചു. എന്താ മോൻ്റെ അഭിപ്രായം? അച്ഛൻ പറഞ്ഞു നിർത്തിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. അവൻ്റെ മനസ്സെന്തോ വല്ലാതെ അസ്വസ്ഥമായി. എന്താണേലും നീ പറഞ്ഞോ, നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല, അച്ഛൻ പറഞ്ഞു. അവനൊന്ന് ആലോചിച്ചു. മായ, അച്ഛൻ്റെ സഹോദരിയുടെ മകൾ, തൻ്റെ മുറപ്പെണ്ണ്. ഉണ്ടക്കണ്ണുകളും നിറയെ നീണ്ട മുടിയുമായി ഒരു സുന്ദരി പെൺകുട്ടി. അവളെ അവന് ഇഷ്ടമായിരുന്നു എന്നത് ഒരു സത്യം തന്നെയാണ്. അവളെ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ആലോചിക്കുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയം പിടയ്ക്കുന്നു. അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. MA കഴിഞ്ഞതാണ്. ഇപ്പോൾ സിറ്റിയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എപ്പോഴും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിൽക്കും. അവൾ നല്ല കുട്ടിയാണ്. എപ്പോഴും നല്ല രീതിയിൽ മാത്രമേ സംസാരിച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷേ അതൊന്നുമല്ല പ്രശ്നം. അവൾക്ക് തൻ്റെ ഈ വയലിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ പറ്റുമോ? അത് ശരിയാകുമോ? ഇനി അവൾ കൂടി തന്നെ കളിയാക്കിയാൽ, തൻ്റെ ജോലിയെ വില കുറച്ച് കണ്ടാൽ അത് ശരിയാകില്ല. അത് ശരിയാകുമോ അച്ഛാ? അവൾ സമ്മതിക്കുമോ? അവൾക്ക് എൻ്റെ ജോലിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാകുമെന്ന്. പണിക്കര് എഴുതി തരുന്ന പൊരുത്തമല്ലല്ലോ അച്ഛാ വേണ്ടത്. മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമല്ലേ? അതുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ പറഞ്ഞതും അച്ഛനൊന്ന് പതിയെ ചിരിച്ചു. എന്താ ശരിയാവാത്തെ? എടാ മോനെ, അവൾക്ക് ഇതിന് സമ്മതമാണ്. അവൾക്ക് അറിയാത്തതല്ലല്ലോ നിന്റെ ജോലി എന്താണെന്ന്. പൊരുത്തം നോക്കി ചേരുമെന്ന് കണ്ടപ്പോൾ അവര് ആദ്യം അവളോടാണ് ചോദിച്ചേ. അവൾക്ക് എതിർപ്പൊന്നുമില്ല. മാത്രവുമല്ല, അവൾക്ക് നിന്നോട് ഇഷ്ടവുമുണ്ടെന്ന്. അച്ഛൻ പറയുന്നത് കേട്ട് അവൻ അച്ഛനെ തന്നെയൊന്ന് നോക്കി. അവനെന്തോ അതത്ര വിശ്വസിക്കാൻ പറ്റിയില്ല. സത്യമാണടാ, അവൾക്കും എല്ലാവർക്കും സമ്മതമാണ്. ഇനി നിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞാൽ മതി. എങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമുക്കിത് അങ്ങ് നടത്താം. എന്താ അച്ഛൻ്റെ അഭിപ്രായം? അച്ഛന് ഇഷ്ടാണോ? അവൻ അച്ഛൻ്റെ അഭിപ്രായം അറിയാനെന്ന പോലെ അച്ഛനോട് ചോദിച്ചു. അതു കേട്ട് അച്ഛനൊന്ന് ചിരിച്ചു. എൻ്റെ ഇഷ്ടം മോൻ നോക്കേണ്ട. നിനക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. പിന്നെ എൻ്റെ പെങ്ങളുടെ മോളായതുകൊണ്ട് പറയല്ല. അവള് നല്ല കുട്ടിയാ, നല്ല സ്വഭാവവും. ആർക്കും ഒരു കുറ്റവും പറയാനില്ല, അച്ഛൻ പറഞ്ഞു.
അച്ഛൻ പറയുന്നതിൽ നിന്നും തന്നെ അവന് മനസ്സിലായിരുന്നു അച്ഛന് സമ്മതമാണെന്ന്. അമ്മയ്ക്കോ? അവൻ ചോദിച്ചു. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടവുമില്ല ഇഷ്ടക്കേടുമില്ല. മോന്റെ ഇഷ്ടം സന്തോഷം, അതാണ് അമ്മയ്ക്ക് വലുത്. അമ്മ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു. അവന് അറിയാമായിരുന്നു അമ്മ അങ്ങനെയേ പറയൂ എന്ന്. അച്ഛൻ പറയുന്നത് പോലെ എല്ലാം അറിഞ്ഞ് അവർക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല, എനിക്കും സമ്മതമാണ്. അവൻ പറഞ്ഞതും അച്ഛൻ്റെ മുഖമൊന്ന് വിടർന്നു. അമ്മയെ നോക്കുമ്പോൾ ഇപ്പോഴും പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല. അവളെക്കുറിച്ച് അങ്ങനെ ഓർക്കുമ്പോൾ അവനെന്തോ വല്ലാത്ത സന്തോഷം തോന്നി. ഇങ്ങനെ ഓർത്തോർത്ത് നോക്കുമ്പോൾ അവന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു മായയോടുള്ള സ്നേഹം. കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ബാല്യത്തിലെയും കൗമാരത്തിലെയും കാര്യങ്ങൾ അവൻ്റെ ഓർമ്മകൾ ചികഞ്ഞെടുത്തു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളും അവളുടെ അമ്മയ്ക്കും അച്ഛനും ഏക മകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് പിടിവാശികളും മുൻകോപവും ഒക്കെ അവൾക്കുണ്ട്. പക്ഷേ അവളുടെ അമ്മയും അച്ഛനും അവളെ കൊഞ്ചിച്ച് വളർത്തിയതുകൊണ്ട് തന്നെ അവളുടെ ചെറിയ ചെറിയ കുറുമ്പും കുസൃതിയുമായി മാത്രമേ എല്ലാവരും അതിനെ കണ്ടിരുന്നുള്ളൂ. ദേവന്റെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക തെളിച്ചം വന്നു തുടങ്ങി. കാർമേഘം നീങ്ങിപ്പോയി നിലാവ് വന്നതുപോലെ. പക്ഷേ മറ്റൊരിടത്ത് ഇതേ വിഷയത്തിൽ വേറൊരാളുടെ മുഖത്ത് കാർമേഘം പരന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും വേറെ ആരുടേതുമല്ല, മായയുടേത് തന്നെ. അവൾക്ക് ദേവനുമായുള്ള വിവാഹത്തിന് സമ്മതമല്ല. ചേറിലും ചെളിയിലും കളിക്കുന്ന അവനെ അവൾക്ക് ഭർത്താവായി സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ ജോലി മാത്രമായിരുന്നു അവളുടെ പ്രശ്നം. നാട്ടിലെ കൃഷിപ്പണി കളഞ്ഞ് പട്ടണത്തിലേക്ക് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ അവൾക്ക് അവൻ സ്വീകാര്യമായിരുന്നു. അവളുടെ ജാതകത്തിൽ ചെറിയൊരു ദോഷമുണ്ടായിരുന്നു. പക്ഷേ അതാരോടും അവർ പറഞ്ഞിട്ടില്ല. ജാതകം ചേരുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദേവന്റെ ജാതകം ചേർത്ത് വെച്ച് നോക്കിയപ്പോൾ 10ൽ 10 പൊരുത്തമൊന്നും ഇല്ലെങ്കിലും അതിൽ വലിയ ദോഷങ്ങളൊന്നുമില്ല. 10ൽ 10 പൊരുത്തമുണ്ടെന്ന് കള്ളം പറഞ്ഞതും ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കാൻ വേണ്ടിയാണ്. പക്ഷേ അവൾക്കപ്പോൾ ഈ കല്യാണത്തിന് സമ്മതമല്ല പോലും. പ്രശ്നം അവന്റെ ജോലി തന്നെ. ആ വലിയ വീടും പുരയിടവും പിന്നെ ഏക്കർ കണക്കിന് പാടമുള്ളതും അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണു മഞ്ഞളിപ്പിച്ചിരുന്നു. അവളുടെ ഒരു നോട്ടവും അതിലുണ്ടായിരുന്നു എന്നത് വേറൊരു സത്യം. അവസാനം അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്ത കുരുട്ടുബുദ്ധിയിൽ അവൾ വീണു. എങ്ങനെയെങ്കിലും കല്യാണം നടത്തുക, അതിനുശേഷം ഈ കൃഷിയും പാടവും എല്ലാം കളഞ്ഞ് അവനെ സിറ്റിയിലേക്ക് കൊണ്ടുപോവുക. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി അവനത് അനുസരിക്കും, അല്ലെങ്കിൽ അവനെക്കൊണ്ട് അനുസരിപ്പിക്കും. ഇതായിരുന്നു അവരുടെ മനസ്സിലിരിപ്പ്. അതുവരെ അവനെ തെറ്റിക്കാതെ കൊണ്ടു നടക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമായിരുന്നു. സമയം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. വയലിലെ പണിയെല്ലാം കഴിഞ്ഞ് ദേവൻ കൈക്കോട്ടും സാധനങ്ങളുമെല്ലാം ചായ്പിലേക്ക് എടുത്തു വെക്കുകയാണ്. പാടത്തെ തോട്ടിൽ നിന്നും കൈയും കാലും ഒക്കെ കഴുകുമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കുറച്ച് ചെളിയും മണ്ണും പറ്റിപ്പിടിച്ചിരിക്കും. നനഞ്ഞ മണ്ണിന്റെ പച്ചയായ മണം അവനെ പൊതിഞ്ഞു നിൽപ്പുണ്ട്. ആ സമയത്താണ് മായയും ഒപ്പം അവളുടെ അമ്മയും അച്ഛനും അവിടേക്ക് വന്നത്. ദേവനുമായുള്ള വിവാഹം പരസ്പരം പറഞ്ഞു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല. ദേവൻ പിറകുവശത്തുണ്ടെന്നറിഞ്ഞ് അവനെ ഒന്ന് സോപ്പിടാമെന്ന് വെച്ച് അവനരികിലേക്ക് ചെന്നതാണ് അവൾ. കറുപ്പു നിറത്തിലുള്ള ഒരു ചുരിദാറാണ് അവളുടെ വേഷം. ആ വേഷത്തിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. പിറകിലൊരു കാലനക്കം അറിഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കി. കറുപ്പ് ചുരിദാറിൽ സുന്ദരിയായി നിൽക്കുന്ന അവളെ കണ്ടിട്ടും അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്തോ ഒരു നിർവികാരത മാത്രം. അവളുടെ കണ്ണിലും അവനെ കണ്ട തിളക്കമൊന്നുമില്ല. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരു കാവിമുണ്ടും വെള്ള ബനിയനുമാണ് അവന്റെ വേഷം. അവന്റെ വസ്ത്രത്തിലും കയ്യിലും കാലിലുമെല്ലാം അവിടവിടെയായി ചെളി പറ്റിപ്പിടിച്ചിരിക്കുന്നു. അത് കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം കൊണ്ട് അവൾ പല്ലുകൾ കടിച്ചു പിടിച്ചു. രണ്ടുപേരുടെയും കല്യാണം വാക്കാലെ പറഞ്ഞു വെച്ചതിനു ശേഷം അവൾ 2-3 പ്രാവശ്യം ദേവന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്നും ഇതുതന്നെയായിരുന്നു അവസ്ഥ. പാടത്ത് ചെളിയിൽ കുളിച്ചു നിൽക്കുന്നു. അന്ന് അവൾക്ക് അവനോട് വെറുപ്പിനേക്കാൾ കൂടുതൽ അറപ്പാണ് തോന്നിയത്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ മാറ്റിയെടുക്കാം എന്ന ഒറ്റ ചിന്തയിൽ സഹിച്ചു നിന്നതാണ്. എങ്കിലും ഇടയ്ക്കും തലയ്ക്കുമൊക്കെ തമാശ പറയുന്ന രീതിയിൽ അവൾ അവനെ ഓരോന്ന് പറയാറുണ്ട്. ആദ്യമൊക്കെ അവനതെല്ലാം ഒരു തമാശ രൂപത്തിലെടുത്തു. എന്നാൽ പിന്നീടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അവനും എന്തോ ഒരു വെല്ലായ്മ തോന്നി തുടങ്ങിയിരുന്നു. ഹൃദയത്തിലെവിടെയോ ഒരു വേദന പോലെ. ദേവനെപ്പോലെയുള്ള ഒരുപാട് പേരുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും കണ്ണീരിന്റെയും മണ്ണിനോടുള്ള ആത്മാർത്ഥതയുടെയും ഫലമാണ് 4 നേരം വീട്ടിലിരുന്ന് തിന്നുന്നതെന്ന് അവൾ ഓർത്തില്ല. അവരോട് തോന്നുന്ന വെറുപ്പും മറപ്പും അവർ നട്ടുണ്ടാക്കുന്ന ആഹാരത്തിനോട് അവൾക്ക് തോന്നിയതുമില്ല. നിങ്ങളെപ്പോ വന്നു? അവൻ ചോദിച്ചു.
അപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോ അമ്മാമ്മ പറഞ്ഞു ദേവേട്ടൻ ഇവിടെ ഉണ്ടെന്ന്. അവൾ നേർത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. ആ, നീ അങ്ങോട്ട് ചെന്നോ, ഞാനിതേ വരുന്നു, ഒന്ന് കുളിക്കട്ടെ, അവൻ പറഞ്ഞു. അവളൊന്ന് തലയാട്ടി. അവനെ ഒന്ന് സോപ്പിടാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ സാധിക്കുന്നില്ല. അവന്റെ നേരെ നോക്കുമ്പോൾ തന്നെ എന്തോ ഒരു വെല്ലായ്മ പോലെ. ഇവിടെ എന്താ ദേവേട്ട ഒരു സ്മെൽ? അവൾ മൂക്ക് ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പുറത്തല്ലേ മായെ തൊഴുത്ത്, ആ സ്മെല്ലായിരിക്കും. ഇവിടെ നിൽക്കേണ്ട, നീ ഉമ്മറത്തേക്ക് പൊയ്ക്കോ, ഞാൻ കുളിച്ചിട്ട് വരാം. അവളുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളൊന്ന് തലയാട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഒരു പുച്ഛമോ വെല്ലായ്മയോ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. ഇതുവരെ കരുതിയിരുന്നതൊക്കെ തെറ്റായിരുന്നു. മായയുടെ കാര്യത്തിൽ തനിക്ക് തെറ്റിപ്പോയിരിക്കുന്നു. താൻ എന്താണോ പേടിച്ചിരുന്നത് അതാണ് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അവന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു. അവൻ അന്ന് കിണറ്റിൻകരയിൽ നിന്ന് കുളിച്ചില്ല. പുറത്തെ ബാത്റൂമിൽ നിന്ന് കുളിച്ചവൻ അടുക്കളവാതിലിലൂടെ അകത്തേക്ക് കയറി. മായയും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ഉമ്മറത്ത് കഥ പറഞ്ഞിരിക്കുകയാണ്. എന്നത്തെയും പോലെ അമ്മ ചായയും ഇലയടയുമായി അവനെയും കാത്ത് അടുക്കളയിൽ ഇരിപ്പുണ്ട്. അവര് കുടിച്ചോ? അവൻ ചോദിച്ചു. കുടിച്ചോണ്ടിരിക്കുക, നീ ചായ കുടിക്കാൻ നോക്ക്, തണുത്തു പോകും, അമ്മ പറഞ്ഞുകൊണ്ട് അവന്റെ മുൻപിലേക്ക് ഇലയടയുടെ പാത്രം നീക്കിവെച്ചു. അവൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്തേടാ വയ്യേ? അവന്റെ നോട്ടം കണ്ട് അവന്റെ മുടിയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അമ്മ ചോദിച്ചു. അവൻ അതിന് ഒന്നുമില്ലെന്ന് തലയാട്ടി. പിന്നെ അരികിലായി നിൽക്കുന്ന അമ്മയുടെ ദേഹത്തേക്ക് പതിയെ ഒന്ന് ചാരി. അവന്റെ ആ പ്രവൃത്തിയിൽ അമ്മയൊന്ന് ഞെട്ടി. അങ്ങനെയൊന്ന് അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താടാ, എന്തു പറ്റി? നിന്റെ മനസ്സിലെന്താ? നിനക്ക് എന്തേലും സങ്കടമുണ്ടോ? ഉണ്ടേൽ അമ്മയോട് പറയ്, അവരൊരു ആദിയോടെ പറഞ്ഞു. അവന്റെ മനസ്സിലെന്തോ നീറി പുകയുന്നുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നി. ഏയ്, ഒന്നുമില്ല അമ്മേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, അവിടെ അവരൊക്കെ ഇല്ലേ? പറഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി കാണിച്ച് അവൻ ഹാളിലേക്ക് നടന്നു. തന്റെ ഉള്ളിലെ അസ്വസ്ഥത ആരോട് പറയും, എങ്ങനെ പറയും എന്നറിയാത്തൊരു അവസ്ഥയിലായിരുന്നു അവൻ. ദേവന്റെ അച്ഛനടക്കം എല്ലാവരും അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. മായയും ചായ കുടിക്കുന്നുണ്ട്. അതിനൊപ്പം കായവറുത്തതും മിക്സ്ചറും ഒക്കെ കഴിക്കുന്നുമുണ്ട്. മോൾക്ക് ഇലയട വേണ്ടേ? പാത്രത്തിലെ ഇലയട അതേപോലെ ഇരിക്കുന്നത് കണ്ട് ദേവന്റെ അമ്മ ചോദിച്ചു. ഏയ് വേണ്ട അമ്മായി, എനിക്കിപ്പോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടല്ല. ഞാനിപ്പോ ഇതൊന്നും കഴിക്കാറില്ല. എടുത്തടിച്ചതുപോലെ അവൾ പറഞ്ഞത് കേട്ടതും ദേവന്റെ അമ്മയുടെ മുഖമൊന്ന് വാടി. എങ്കിലും അവരത് പുറത്ത് കാണിച്ചില്ല. അവർ വേഗം ഒന്ന് ചിരിച്ചു കളഞ്ഞു. എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം എന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അവൾ അത് തുറന്നു പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അവർ കരുതി. പക്ഷേ അമ്മയുടെ മുഖം മാറിയത് ദേവൻ കണ്ടിരുന്നു. അവൻ വെറുതെ അച്ഛനെ ഒന്ന് നോക്കി. അച്ഛന്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല. മായയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം തനിക്ക് മനസ്സിലായി തുടങ്ങിയതുകൊണ്ടാകണം തനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നത്, അവൻ ഓർത്തു. നിങ്ങളിപ്പോഴും ഇങ്ങനെയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കുവോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ട, പ്രത്യേകിച്ച് ദേവന്. അവന് പാടത്തുനിന്ന് വരുമ്പോൾ വൈകിട്ട് ചായക്ക് ഇതുപോലെ എന്തേലും കിട്ടണം. ക്ഷീണിച്ചു വരുന്നതല്ലേ, അപ്പോ ഇത്തിരി കനത്തിൽ തന്നെ എന്തേലും ഉണ്ടാക്കും. അവൾ ചോദിച്ചത് കേട്ട് അമ്മയൊരു നേർത്ത ചിരിയോടെ തന്നെ പറഞ്ഞു. ആണോ? എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെ ഇഷ്ടല്ല. ഞാൻ കഴിക്കില്ലാട്ടോ ഇതൊന്നും. കാലം മാറി ദേവേട്ട, എന്നിട്ടും നിങ്ങളിപ്പോഴും ഇത് ഏതു ലോകത്താണ്? അവൾ വീണ്ടും പറഞ്ഞു. ദേവന്റെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. എങ്കിലും അവര് അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ. അവന്റെ അച്ഛനടക്കം അവളുടെ അമ്മയും അച്ഛനും അതിന് ചിരിക്കുകയാണ്. അവളുടെ കുറുമ്പുകൾ മാത്രമായിട്ടേ അവരതിനെ കാണുന്നുള്ളൂ. 10-25 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ഒരു കാര്യം എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പോലും അവൾക്കറിയില്ല. ദേവൻ ഒന്ന് തല കുടഞ്ഞു. മായയുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് ദേവന്റെ അച്ഛനൊന്ന് തിരിഞ്ഞതും നേരെ നോക്കിയത് അമ്മയുടെ മുഖത്തേക്കാണ്. അവരുടെ മുഖത്തെ ഭാവം കണ്ടതും പിടിച്ചു കെട്ടിയതുപോലെ അയാളുടെ ചിരി നിന്നു. ദേഷ്യമോ സങ്കടമോ ആയിരുന്നില്ല അമ്മയുടെ മുഖത്ത് അപ്പോൾ ഉണ്ടായിരുന്നത്. വല്ലാത്തൊരു ദയനീയതയായിരുന്നു. ചായ കുടിച്ചു കഴിഞ്ഞതും അവരെല്ലാവരും പതിയെ ഉമ്മറത്തേക്ക് ചെന്നിരുന്നു. എല്ലാവരും സംസാരത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് മായ ദേവനെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും മിണ്ടാതെ അങ്ങനെ ഇരിപ്പാണ്. അവൻ ഈ ലോകത്തൊന്നുമല്ലെന്ന് മായയ്ക്ക് തോന്നി. അവൾ അവനരികിലേക്ക് ചെന്നു. ദേവേട്ടൻ എന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നേ? അവൾ പതിയെ അവനോട് ചോദിച്ചു. ഒന്നുമില്ല, വെറുതെ. അവൻ ചെറുതായി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. അവൾ അവന്റെ അരികിലായി ഇരുന്നു.
കുളിച്ചു വന്നതുകൊണ്ട് തന്നെ അവനിൽ നിന്നും നല്ല സന്തൂർ സോപ്പിന്റെ മണം വരുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും അറിയുന്നില്ല. അവളുടെ കണ്ണിൽ ഇപ്പോഴും ചേറിൽ കുളിച്ചു നിൽക്കുന്ന ദേവനാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവൾക്ക് അവനെ പാടത്തെ ചെളി മണത്തു. അവൾക്കത് വല്ലാത്ത അസഹനീയമായി തോന്നി. അവസാനം രണ്ടും കൽപ്പിച്ച് അവളത് അവനോട് ചോദിച്ചു. ദേവേട്ട, എന്താ ഇത്? ഈ വീട്ടിൽ എപ്പോഴും മണ്ണിന്റെയും ചെളിയുടെയും ചാണകത്തിന്റെയും മണമാണല്ലോ. അതെന്താ അങ്ങനെ? എനിക്കാകെ എന്തോ പോലെ തോന്നുക. അവളത് ചോദിച്ചത് അല്പം ഉച്ചത്തിൽ തന്നെയായിരുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. ദേവന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചധികം പ്രാവശ്യമായി അവളിൽ നിന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ദേവേട്ടൻ ഒരു കൃഷിക്കാരനാണെന്നൊക്കെ എനിക്കറിയാം. എന്നുവെച്ച് എപ്പോഴും ഇങ്ങനെ ചേറിലും ചെളിയിലും കിടന്ന് കളിക്കണോ? എപ്പോ കാണുമ്പോഴും ദേഹത്താകെ ചെളിയുണ്ടാകും. അത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാ. കുറച്ച് വൃത്തിയിൽ നടന്നുകൂടെ? മോളെ, നീ ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ? പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മ പെട്ടെന്ന് അവൾക്കരികിലേക്ക് വന്നു. സാരമില്ല അമ്മായി, അവള് പറയട്ടെ. അവൾ അതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. എത്രയായാലും അവൾ ഇവിടെ ജീവിക്കേണ്ടതല്ലേ. അപ്പോ അവളുടെ കാര്യങ്ങൾ പറയുന്നതും അറിഞ്ഞിരിക്കുന്നതും നല്ലതല്ലേ? ദേവൻ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് സമാധാനമായത്. ദേവന് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ലെന്നത് അവരിൽ ഒരു ആശ്വാസം നിറച്ചു. ദേവന്റെ അമ്മയും അച്ഛനുമെല്ലാം ആകെ വല്ലാതായിട്ടുണ്ട്. അവനത് അറിഞ്ഞെങ്കിലും പക്ഷേ കാര്യമാക്കിയില്ല. അവരെ നോക്കി ഒന്ന് നേർത്തൊരു ചിരിയോടെ കണ്ണു ചിമ്മി. ചിരിച്ച മുഖത്തോടെ തന്നെ നിൽക്കുമ്പോൾ അവന്റെ മനസ്സിൽ വേറെ ചില കണക്കുകൂട്ടലുകളായിരുന്നു. അവളെക്കൊണ്ട് തന്നെ എല്ലാം പറയിപ്പിക്കണം. എന്നിട്ട് ഇന്ന് ഇവിടെ വെച്ച് തന്നെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണം. കുളിച്ച് വൃത്തിയിൽ നിൽക്കുന്ന തന്നെ കാണുമ്പോൾ പോലും അറപ്പ് തോന്നുന്ന ഒരാളുടെ കൂടെ എങ്ങനെ ഒരു ജീവിതം മുഴുവൻ ജീവിക്കും? ഇതെന്റെ ജോലിയല്ലേ മായേ? കയ്യിലും കാലിലും ചെളിയാകാതെ എങ്ങനെയാ പാടത്ത് പണിയെടുക്കുന്നേ? എങ്ങനെയാ ഒരു നല്ല കർഷകനാകുന്നേ? അവൻ സൗമ്യമായി തന്നെ ചോദിച്ചു. അവനിപ്പോൾ നല്ല മൂഡിലാണെന്ന് തോന്നിയതും ഇത് തന്നെയാണ് നല്ല അവസരമെന്ന് മായ കരുതി. കർഷകനാകാൻ പാടത്ത് പണിയെടുക്കണമെന്നില്ലല്ലോ. നമുക്ക് കുറച്ചു പേരെ കൂടി ജോലിക്ക് നിർത്താം. ദേവേട്ടന് പിന്നെ എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അപ്പോ മുതലാളിയുമായി. മേല് ചെളിയാകാത്തതുകൊണ്ട് ആരും അയ്യേ എന്ന് പറയുമില്ല. പറയുമ്പോൾ മായയ്ക്ക് വല്ലാത്ത ഉന്മേഷം കൂടി. അത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിരുന്നു. അതൊക്കെ ശരിയാകുമോ? ദേവൻ മായയോട് ചോദിച്ചു. ശരിയാകും ദേവേട്ട, അവൾ പറഞ്ഞു. ദേവൻ ഒന്ന് ആലോചിക്കുന്നത് പോലെ ഇരുന്നു. ഏയ് ഇല്ലടോ, അതൊന്നും ശരിയാവില്ല. ഒന്നും ചെയ്യാതെ വെറുതെ പാടത്ത് നോക്കി നിൽക്കാൻ പറ്റില്ല. അച്ഛൻ കൃഷി ചെയ്യുന്ന സമയത്തെ ചെളിയിൽ ഇറങ്ങിയതല്ലേ ഞാൻ. അതിപ്പോ ഒരു ശീലമായി പോയി. നിനക്കെല്ലാം അറിയുന്നതല്ലേ. ഇനിയിപ്പോ അതല്ലെങ്കിൽ എന്താ വേറൊരു വഴി? അവനൊരു ചോദ്യം പോലെ അവളോട് പറഞ്ഞു നിർത്തി. വേറെ ഒരു വഴിയുണ്ട് ദേവേട്ട, ഞാനത് പറയട്ടെ? ആവേശത്തോടെ മായ പറഞ്ഞു. എന്താ പറയ്. നല്ലതാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, ദേവൻ പറഞ്ഞു. ഇവനിത് എന്തിനുള്ള പുറപ്പാടാണെന്ന ഭാവമായിരുന്നു അവന്റെ അമ്മയ്ക്കും അച്ഛനും. അവന്റെ വേറെന്ത് കാര്യമാണെങ്കിലും ഒരു പക്ഷേ അവർ സഹിച്ചേനെ. പക്ഷേ അവർക്ക് അന്നം തരുന്ന മണ്ണിനെ കളിയാക്കിയത്, മണ്ണിനെയും കൃഷിയെയും ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ആ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അച്ഛനെപ്പോലെ തന്നെയാണ് മകനും. മണ്ണും കൃഷിയും അവന് ജീവനാണ്. അവൻ ഇത്രയും കേട്ടിട്ടും ചിരിയോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. ഇതേ സമയം തങ്ങൾ കരുതിയതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കാൻ പോകുകയാണെന്ന സന്തോഷത്തിലായിരുന്നു മായയും അവളുടെ അമ്മയും അച്ഛനും. എങ്കിൽ നമുക്കിതെല്ലാം വിറ്റ് ടൗണിലേക്ക് മാറാം, അവൾ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. അവന്റെ അമ്മയും അച്ഛനും ഒന്ന് ഞെട്ടി. താൻ വിചാരിച്ച വഴിക്ക് തന്നെ അവൾ വരുന്നുണ്ടെന്ന് ദേവന് മനസ്സിലായി. നിനക്ക് ഇവിടെ ജീവിക്കാൻ ഇഷ്ടമല്ലേ മായേ? സിറ്റിയാണോ ഇഷ്ടം? ദേവൻ ചോദിച്ചു. അതെ ദേവേട്ടാ, എനിക്ക് സിറ്റിയിൽ ജീവിക്കാനാ ഇഷ്ടം. ഓർമ്മ വെച്ച നാൾ മുതൽ ഇവിടെ തന്നെയല്ലേ. പിന്നീട് ജോലി കിട്ടി ടൗണിലേക്ക് പോയപ്പോഴാ ഞാനൊന്ന് ജീവിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ജീവിച്ചാൽ പിന്നെ നാട്ടിലേക്ക് വരാൻ പോലും തോന്നില്ല. കുറച്ചു ദിവസം അവിടെ നിന്നാൽ ദേവേട്ടനും ഇഷ്ടമാകും അവിടെ. പിന്നെ ദേവേട്ടനും ഇവിടേക്ക് വരില്ല. അമ്മാമ്മയ്ക്കും അമ്മായിക്കും നമ്മുടെ കൂടെ വരാനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വന്നോട്ടെ, അവൾ പറഞ്ഞു നിർത്തി. പ്രതീക്ഷിക്കാത്തത് എന്തോ കേട്ടതുപോലെ ദേവന്റെ അമ്മയുടെയും അച്ഛന്റെയും മുഖമൊന്ന് വാടിയിട്ടുണ്ട്. അവൾ അത് കാര്യമാക്കിയില്ല. അവൾ ദേവന്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കി. അവന്റെ മുഖം ഇപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അവൾക്ക് ആശ്വാസം തോന്നി. അതുമല്ല ദേവേട്ട, ടൗണിലെ എൻ്റെ കൂട്ടുകാരൊക്കെ ചേറിൽ കളിക്കുന്നവനാണ് നിന്റെ കെട്ടിയോനെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. ദേവേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്.
ഒരു കർഷകനെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ബഹുമാനിക്കോ? ആർക്കെങ്കിലും വിലയുണ്ടാകോ? എല്ലാവർക്കും പുച്ഛവും പരിഹാസവും മാത്രമായിരിക്കും. അവൾ പറഞ്ഞു. നിനക്കോ മായേ? അവൻ ചോദിച്ചു. അത് വിട് ദേവേട്ട, എന്റെ കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞേ, അവൾ പറഞ്ഞു. നിനക്കോ മായേ? നിനക്കും അങ്ങനെ തന്നെയാണോ? അവൻ വീണ്ടും ചോദിച്ചു. ഏയ് എനിക്കോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല ദേവേട്ട. അവൾ ഒന്ന് പതറിപ്പോയിരുന്നു അവന്റെ ആ ചോദ്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു പതർച്ചയോടെ തന്നെയാണ് അവൾ അത് പറഞ്ഞത്. നിനക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ മായേ, എനിക്കത് മതി, അവൻ വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എങ്കിലും നമുക്കിത് വേണ്ട ദേവേട്ട, നമുക്ക് ടൗണിലേക്ക് മാറാം. അവിടെ ഏതേലും കമ്പനിയിൽ ഒരു ജോലി ശരിയാക്കാം. അല്ലെങ്കിൽ ഇവിടത്തെ പാടവും പറമ്പും വിറ്റ് ദേവേട്ടന് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാം. എന്തു പറയുന്നു? നല്ലതല്ലേ? അവൾ വിടർന്ന കണ്ണുകളോടെ ചോദിച്ചു. ഇത്രയും നേരം നല്ല രീതിയിൽ അവൻ സംസാരിച്ചതുകൊണ്ട് തന്നെ അവൻ സമ്മതിക്കുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. അമ്മാമ്മ എന്തു പറയുന്നു? ഇത് തന്നെയാണോ അമ്മാമ്മയുടെയും അമ്മായിയുടെയും ആഗ്രഹം? അവൻ സമാധാനത്തിൽ മായയുടെ അമ്മയോടും അച്ഛനോടും ചോദിച്ചു. അവന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സമാധാനവും ചുണ്ടിലെ ചിരിയും അവർക്ക് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം നൽകി. തങ്ങൾ കൂടി മകളുടെ പക്ഷം ചേർന്നു പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ വേഗത്തിൽ സമ്മതിച്ചേക്കും, അവർ കരുതി. അവന്റെ കണ്ണിലെ സമാധാനം അല്പനേരത്തേക്കേ ഉണ്ടാവുകയുള്ളൂ എന്നവർ കരുതിയിരുന്നില്ല ആ സമയം. അതേ മോനെ, മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് മോൻ വേറൊരു ജോലി കണ്ടുപിടിക്കണം. അതല്ലേ ഇവിടെയുള്ള കുറച്ച് സ്ഥലം വിറ്റിട്ട് നല്ലൊരു ബിസിനസ് തുടങ്ങണം. അതാവുമ്പോൾ എല്ലാവരുടെയും മുൻപിൽ ഒരു വിലയാ, അമ്മാവൻ പറഞ്ഞു. അമ്മായിക്കോ? അവൻ അവളുടെ അമ്മയോട് ചോദിച്ചു. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്, അതാ നല്ലത്, അമ്മായിയും പറഞ്ഞു. മായയുടെ മുഖം വിടർന്നു. കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കാൻ പോവുകയാണെന്ന ആഹ്ലാദം. അവൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്കൊന്ന് നോക്കിയതല്ലാതെ വേറെ ഒന്നും ചോദിച്ചില്ല. വല്ലാത്തൊരു ഞെട്ടലോടെ ഇരിക്കുകയാണ് രണ്ടാളും. അവർ രണ്ടുപേരുടെയും നെഞ്ചിടിക്കുന്നത് അവർ പറയാതെ തന്നെ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മായേ? ദേവൻ അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു. എന്താ ദേവേട്ട? ചോദിച്ചോ, അവൾ പറഞ്ഞു. അത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നീ ഇത് പറയുന്നതെന്ന് വിചാരിക്കേ. അപ്പോൾ ഞാനിതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കില്ലേ? അവൻ ചോദിച്ചു. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ഈ ദേവേട്ടൻ ഇതെന്തൊക്കെയാ പറയുന്നേ? എന്നെക്കുറിച്ച് അങ്ങനെയാണോ ദേവേട്ടൻ കരുതിയിരിക്കുന്നേ? ഞാൻ വിചാരിച്ചത് നേടിയെടുക്കാനൊക്കെ എനിക്കറിയാം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവസാനം ദേവേട്ടൻ എൻ്റെ മുൻപിൽ തോൽക്കും. ദേവേട്ടൻ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കും. പറഞ്ഞുകൊണ്ട് അവളൊന്ന് ചിരിച്ചു. ദേവന്റെ അമ്മയും അച്ഛനും വീണ്ടും ഞെട്ടി. അവരവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് അല്ലേലും എനിക്കറിയില്ലേ, മിടുക്കി, അവനൊരു ചിരിയോടെ തന്നെ പറയുമ്പോൾ മായയും ഒന്ന് ചിരിച്ചു, കൂടെ അവളുടെ അമ്മയും അച്ഛനും. അപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം പറയാം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു, അവൻ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തെ തിണ്ണയിൽ നിന്നും എഴുന്നേറ്റു. എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ മുഖത്തേക്കാണ്. അപ്പോ എൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മായയെ വിവാഹം കഴിക്കാൻ സമ്മതമല്ല. ഈ വിവാഹം നടക്കില്ല. അവന്റെ സ്വരം ഉറച്ചതായിരുന്നു. അവൻ പറഞ്ഞതു കേട്ട് എല്ലാവരും ഒന്നു ഞെട്ടി. മായയും അവളുടെ അമ്മയും അച്ഛനും പകപ്പോടെ അവനെ നോക്കുകയാണെങ്കിൽ ദേവന്റെ അമ്മയുടെയും അച്ഛന്റെയും മുഖത്ത് സന്തോഷമായിരുന്നു. അവരുടെ കണ്ണുകൾ ഒന്ന് വിടർന്നിരുന്നു. ആ കുറച്ചു സമയം കൊണ്ട് തന്നെ അവർക്കാകെ മടുത്തുപോയിരുന്നു. നീ എന്താ പറഞ്ഞേ? നിനക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്നോ? എന്താ കാരണം? മായയുടെ അച്ഛൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവനരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്താ കാരണമെന്ന് അമ്മാമ്മയ്ക്ക് അറിയില്ലേ? ഞാനൊരു കർഷകനാണ്. മായ പറഞ്ഞതുപോലെ പാടത്തെ ചെളിയിലും ചേറിലും കിടന്ന് പണിയെടുക്കുന്നവൻ. അതുകൊണ്ട് എന്നെ ചെളിയും ചേറും മണക്കും. കുളിച്ചു കഴിഞ്ഞിട്ടും അതും ആലോചിച്ച് എന്നോട് അറപ്പ് തോന്നുന്ന ഒരാളെ ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയാക്കും? പിന്നെ നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും മണ്ണിൽ പണിയെടുക്കുന്നവരോട് പുച്ഛമായിരിക്കും, അറപ്പായിരിക്കും. പക്ഷേ ആ മണ്ണിലും ചേറിലും കിടന്ന് അവർ കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളടങ്ങുന്ന സകല മനുഷ്യരും 4 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നത്. ഞങ്ങളോട് തോന്നുന്ന അറപ്പും വെറുപ്പും നിങ്ങൾക്കെന്തേ ആ ഭക്ഷണത്തിനോട് തോന്നുന്നില്ല? പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ജോലി ചെയ്യുന്നത് വേറെ ജോലി കിട്ടാത്തത് കൊണ്ടല്ല, എനിക്കിത് ഇഷ്ടമായതുകൊണ്ടാ. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണുന്നുണ്ട് പാടത്ത് പണിയെടുക്കുന്ന അച്ഛനെ. അത് കണ്ട് തന്നെയാ ഞാൻ വളർന്നത്. എനിക്കെൻ്റെ അച്ഛൻ അഭിമാനമാണ്. അതുപോലെ എനിക്ക് അഭിമാനം തന്നെയാണ് എൻ്റെ ഈ ജോലി. ഇത് കളഞ്ഞിട്ട് കിട്ടുന്ന മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവും എനിക്ക് വേണ്ട. ഇതേ ചൊല്ലി കിട്ടുന്ന പുച്ഛവും പരിഹാസവും എനിക്കൊരു വിഷയവുമല്ല.
ഈ കാണുന്ന പറമ്പും പാടവും വിൽക്കാനോ ടൗണിൽ പോയി ജീവിക്കാനോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല. അവൻ തറപ്പിച്ചു പറഞ്ഞു. അത്ര നേരം അവനിലുണ്ടായിരുന്ന ശാന്തതയും സമാധാനവും ഒന്നും അപ്പോൾ അവനിലുണ്ടായിരുന്നില്ല. ഇത്രയും നേരം അവളെക്കൊണ്ട് തന്നെ അവളുടെ മനസ്സിലുള്ളതെല്ലാം പറയിപ്പിക്കാനായി അവൻ അവൻ്റെ ഉള്ളിലെ ദേഷ്യവും സങ്കടവുമെല്ലാം അടക്കി പിടിച്ചതായിരുന്നു. പെട്ടെന്നുണ്ടായതല്ല ഇത്. കല്യാണത്തിന് ശേഷം മായയുടെ വാക്കുകളും പ്രവൃത്തിയും അവനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ അവനാകെ മടുത്തുപോയിരുന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിൽ എത്തിയിരുന്നു അവൻ. ഇന്ന് ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനിയൊരു മാറ്റമില്ല. ഇപ്പോൾ ഒന്ന് അയഞ്ഞു കൊടുത്താൽ ഇനി ഒരു പക്ഷേ ഇതിൽ നിന്നും ഒഴിയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഇന്നത്തോടെ എല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം. ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങണം. അതൊക്കെ ഇവൾ വെറുതെ പറയുന്നതാ മോനെ. നിനക്ക് ഇവിടെയാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ തന്നെ മതി. നിനക്കിഷ്ടമുള്ള ജോലി നീ ചെയ്തോ. അവളുടെ അച്ഛൻ ദേവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, അത് ശരിയാവില്ല. ഇപ്പോൾ തന്നെ ഇവൾ പറഞ്ഞത് കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കാനുള്ള വഴി അവൾക്കറിയാമെന്ന്. എന്നും വഴക്കുകൂടി ഉള്ള സമാധാനം കൂടി കളഞ്ഞ് സ്വൈര്യം തരാതെ പട്ടിണി കിടന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി കാര്യം നടത്തിയെടുക്കാമെന്നായിരിക്കും ഇവള് മനസ്സിൽ കരുതിയിരിക്കുന്നേ. അത് നടക്കില്ല അമ്മാമേ. അവൻ പറയുന്നത് കേട്ടതും മായ വിളറി വെളുത്തു. അതെ, അവൻ പറഞ്ഞതെല്ലാം ശരിയാണ്. അത് തന്നെയാണ് താൻ മനസ്സിൽ കണ്ടത്. അത് നടക്കില്ല അമ്മാമേ. സമാധാനമില്ലാതെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഇപ്പോ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞാൻ മടുത്തു. ഇനിയും വയ്യ. എനിക്കിത് സഹിക്കാൻ വയ്യ. അവനൊന്ന് കിതച്ചു. മോനൊന്ന് ആലോചിച്ചു നോക്ക്. അവൾ പറഞ്ഞതിലും കാര്യമില്ലേ? അവൾ ടൗണിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അവളുടെ കൂട്ടുകാരൊക്കെ അതുപോലെയുള്ളവരാണ്. അപ്പോ അവളുടെ ഭർത്താവും അതുപോലെയൊക്കെ നടക്കണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? ഇതൊക്കെ ഒരു പെൺകുട്ടിയുടെ സ്വാഭാവികമായ ആവശ്യവും വാശിയുമല്ലേ? അവൾക്കും ആഗ്രഹമുണ്ടാകില്ലേ അവളുടെ ഭർത്താവ് നല്ലതുപോലെ നടക്കാൻ? അമ്മാവൻ വീണ്ടും പറഞ്ഞു. അതിന് ആര് പറഞ്ഞു അമ്മാമേ വേണ്ടെന്ന്? അവളുടെ സ്റ്റാറ്റസിന് ചേർന്ന ഒരാളെ തന്നെ വിവാഹം കഴിച്ചോട്ടെ. ഈ ചേറിലും ചെളിയിലും കിടക്കുന്ന എന്നെ തന്നെ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ആരുടെ ഇഷ്ടങ്ങളും ആർക്കും വേണ്ടി മാറ്റണമെന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളല്ല ഞാൻ. ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഇല്ലാതാക്കി എൻ്റെ ഇഷ്ടങ്ങൾ അവളുടെ മേൽ കെട്ടിവെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ എനിക്കുമുണ്ട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ. എന്നെ മനസ്സിലാക്കുന്ന, ഞാൻ പറയാതെ തന്നെ മണ്ണിനെ, കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി. എൻ്റെ ഈ തറവാടിനോട് ചേർന്ന് പോകുന്ന ഒരു പെൺകുട്ടി. ഒന്നുമില്ലെങ്കിലും എന്നെയും എൻ്റെ ജോലിയെയും എൻ്റെ വീട്ടിലെ രീതികളെയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യാത്തൊരു പെൺകുട്ടി. അങ്ങനെ ഒരാളെയാ എനിക്ക് വേണ്ടത്. അങ്ങനെ ഒരാളെയെ എനിക്ക് പറ്റൂ. അങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശം എനിക്കില്ലേ അമ്മാമ്മേ? മായയ്ക്ക് അങ്ങനെ ഒരാളാകാൻ ഒരിക്കലും പറ്റില്ല. പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വെറുതെ എന്തിനാ ഒരു പരീക്ഷണത്തിന് നിൽക്കുന്നത്? അത് ഒരാളുടെ മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തെ ഇല്ലാതാക്കും. അവൻ പറഞ്ഞു നിർത്തി. പക്ഷേ എൻ്റെ മോള് നിന്നെ സ്നേഹിച്ചു പോയില്ലേ മോനെ? ഇത്തവണ അവൾക്ക് വേണ്ടി സംസാരിച്ചത് അവളുടെ അമ്മ തന്നെയാണ്. അതുകേട്ട് അവന് ചിരിയാണ് വന്നത്. പുച്ഛം നിറഞ്ഞൊരു ചിരി. സ്നേഹിക്കാനോ? ആര്, ഇവളോ? അതും എന്നെയോ? അമ്മായി ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? എന്നെ കണ്ടാൽ മൂക്ക് ചുളിക്കുന്ന, അറപ്പോടെ നോക്കുന്ന, അടുത്തേക്ക് വരാൻ പോലും മടിച്ചു നിൽക്കുന്ന, വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എന്നെ കളിയാക്കുന്ന, പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന ഇവൾക്കാണോ എന്നോട് സ്നേഹം? അവളുടെ സ്നേഹം ഇങ്ങനെയുള്ളതാണെങ്കിൽ എനിക്ക് ആ സ്നേഹം വേണ്ട, അവൻ പറഞ്ഞു. അവളുടെ അമ്മ വീണ്ടും എന്തോ പറയാൻ വന്നതും അവൾ അമ്മയെ തടഞ്ഞു. വേണ്ട അമ്മേ, ഇനിയൊന്നും പറയണ്ട. അല്ലെങ്കിലും ഈ ചേറിലും ചെളിയിലും കിടക്കുന്ന ഇങ്ങേരെ പോലൊരാളെ വിവാഹം കഴിക്കാൻ എനിക്കും പറ്റില്ല. ഇങ്ങനെ ഒരാളാണ് എൻ്റെ ഭർത്താവെന്ന് പറയാൻ പോലും എനിക്ക് പറ്റില്ല. കല്യാണം കഴിഞ്ഞ് ടൗണിലേക്ക് ദേവേട്ടനെയും കൊണ്ട് പോകാമെന്ന് അമ്മയും അച്ഛനും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു. അല്ലാതെ എനിക്ക് ഇങ്ങേരോട് സ്നേഹവുമില്ല, ഒരു മാങ്ങാത്തൊലിയുമില്ല. ഒരു നിമിഷം മായ അറിയാതെ തന്നെ പൊട്ടിത്തെറിച്ചു പോയി. അവൾ പറഞ്ഞത് കേട്ട് ദേവന്റെ അച്ഛനും അമ്മയും ഒന്ന് ഞെട്ടിപ്പോയി. പക്ഷേ ദേവന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ല. ചിലപ്പോ അവനിതൊക്കെ ആദ്യമേ പ്രതീക്ഷിച്ചു കാണണം. അവനൊന്ന് ചിരിച്ചതേയുള്ളൂ. ഇപ്പോ എങ്ങനെ ഇരിക്കുന്നു അച്ഛാ? എത്ര പ്രാവശ്യം ഞാൻ മാറി മാറി ചോദിച്ചു അവൾക്കിതിന് ശരിക്കും സമ്മതമാണോ അല്ലയോ എന്ന്. അപ്പോ അച്ഛൻ എന്താ പറഞ്ഞേ? അവൾക്ക് കൃഷി ഇഷ്ടാണ്, എന്നെ ഇഷ്ടാണ്, അവൾക്ക് പൂർണ്ണ സമ്മതമാണ്, എന്തൊക്കെയായിരുന്നു. എന്നിട്ടിപ്പോ കേട്ടില്ലേ കൃഷിയെ ഇഷ്ടമുള്ള, എന്നെ ഇഷ്ടമുള്ള അച്ഛൻ്റെ മായമോള് പറഞ്ഞത്? അച്ഛന് ഇതിലൊന്നും പറയാനില്ലേ?
മായയോടുള്ള പുച്ഛം കലർത്തിക്കൊണ്ട് അവൻ അച്ഛനോട് പതിയെ ചോദിച്ചു, രാഘവ, നീ എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. മായമോൾക്ക് കൃഷി ഇഷ്ടമാണ്, ദേവനെ ഇഷ്ടമാണ് എന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പോ എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നേ? എന്തിനാ നിങ്ങൾ ഇത് ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണെങ്കിലും അത് നടന്നില്ലല്ലോ. ഇപ്പോഴെങ്കിലും എല്ലാം പുറത്തു വന്നല്ലോ, അത് മതി. അയാൾ മായയുടെ അച്ഛനോട് പറഞ്ഞു. പിന്നെ തന്റെ സഹോദരിയുടെ നേർക്കൊന്നു നോക്കി. നിനക്കിപ്പോ ഈ മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്നവരെ പുച്ഛമാണല്ലേ? നിന്നെയും എന്നെയും ഒക്കെ നമ്മുടെ അച്ഛനും അമ്മയും പോറ്റി വലുതാക്കിയത് ഈ ചെളിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാ. അങ്ങനെ കഷ്ടപ്പെട്ട അവരുടെ അധ്വാനം കൊണ്ടാ നീ ഭക്ഷണം കഴിച്ചത്, ഇവന് നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അതൊന്നും മറക്കേണ്ട. പിന്നെ ഞാനും ഈ ജോലി തന്നെയാ എടുത്തേ. എന്റെ മോനും ഇപ്പോ ഇഷ്ടത്തോടെ അത് തന്നെയാ ചെയ്യുന്നേ. അതിൽ ഞങ്ങൾക്ക് തോന്നാത്ത കുറച്ചിലും നാണക്കേടും ഒന്നും നിങ്ങൾക്ക് തോന്നേണ്ട. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് പുച്ഛവും പരിഹാസവും നാണക്കേടും തോന്നുന്നതുകൊണ്ട് ഈ കല്യാണം നടക്കില്ല, അത്ര തന്നെ. ദേവന്റെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. ദേവന്റെ അമ്മയ്ക്ക് സന്തോഷമായി. വലിയൊരു കുരുക്കിൽ നിന്ന് തന്റെ മകൻ രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു അവർക്ക്. വിവാഹം പെട്ടെന്ന് കഴിഞ്ഞില്ലെങ്കിലും വേണ്ടിയില്ല. സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ നീറി നീറി ജീവിക്കേണ്ടി വരില്ലല്ലോ തന്റെ കുഞ്ഞ്. അവർക്ക് അത്രയേ വേണ്ടിയിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ചേറും ചെളിയും തന്നെയേ ചേരൂ. അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ മകളെ വേണ്ടെന്ന് വെച്ചെങ്കിൽ പിന്നെ ഞങ്ങൾക്കാണോ വാശി ഇവൻ തന്നെ എൻ്റെ മോളെ കെട്ടണമെന്ന്? ഞങ്ങൾക്കും താല്പര്യമില്ല കണ്ട ചേറിലും ചെളിയിലും കിടന്ന് കഷ്ടപ്പെടുന്ന ഇവന് എൻ്റെ മോളെ തരാൻ. പറഞ്ഞുകൊണ്ട് രാഘവൻ ഉമ്മറത്തെ പടിയിറങ്ങാൻ തുടങ്ങി. രാഘവ, വിവാഹം വേണ്ടെന്ന് വെച്ച് ബന്ധങ്ങൾക്കൊന്നും വിള്ളല് വീഴ്ത്തേണ്ട. നല്ല രീതിയിൽ തന്നെ പോവാം, ദേവന്റെ അച്ഛൻ പറഞ്ഞു. പിന്നെ സഹോദരിയെ ഒന്ന് നോക്കി. അവരൊന്നും പറഞ്ഞില്ല. ഒന്ന് യാത്ര പോലും പറയാതെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മായയൊന്ന് ദേവനെ നോക്കി പുച്ഛത്തിലൊന്ന് ചിരിച്ചു. ദേവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അവനും അതേപോലെ ഒരു ചിരി അവൾക്ക് പകരം കൊടുത്തു. അതവൾക്ക് പിടിച്ചില്ല. അവൾക്ക് ദേഷ്യം വന്നു. അവൾ അവനിൽ നിന്നും മുഖം തിരിച്ച് മുൻപോട്ട് നടന്നു. അവരങ്ങ് പോയതും അവൻ പതിയെ ഉമ്മറത്തു നിന്നും മുറ്റത്തേക്കിറങ്ങി. നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നേർത്തൊരു തണുത്ത കാറ്റ് വയലിൽ നിന്നും മുറ്റത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. അവൻ പതിയെ ആ കാറ്റിനു നേർക്കെന്ന പോലെ തിരിഞ്ഞു നിന്നു. തന്റെ അധ്വാന ഫലത്തെ തഴുകി വരുന്ന കാറ്റ്, അതിന് വല്ലാത്തൊരു സുഖമുണ്ടെന്ന് അവന് തോന്നി. അച്ഛനും അമ്മയും അവന്റെ അരികിലായി വന്നു നിന്നു. ഈ അച്ഛനോട് ക്ഷമിക്കും മോനെ. അവര് പറഞ്ഞതെല്ലാം അച്ഛൻ അങ്ങ് വിശ്വസിച്ചു പോയി. ഇതൊന്നും അച്ഛൻ അറിഞ്ഞിരുന്നില്ല. അച്ഛൻ അവനോട് നേർത്ത സ്വരത്തിൽ പറഞ്ഞു. എനിക്കറിയാലോ അച്ഛാ അത്. അവനൊരു പുഞ്ചിരിയോടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു. നിനക്ക് ആദ്യമേ ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നെങ്കിൽ നീ എന്താ ദേവ പറയാതിരുന്നേ? എന്തിനാ ഇത്രയും ദിവസം ഇതെല്ലാം ഉള്ളിൽ കൊണ്ടു നടന്ന് വിഷമിച്ചേ? അമ്മ ചോദിച്ചു. ഇത് അധികകാലം മുൻപോട്ട് പോകില്ലെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പോ അവളായിട്ട് തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എല്ലാം തുറന്നു പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ എന്തൊരു സമാധാനം, അവനൊരു ചിരിയോടെ പറഞ്ഞു. ആ, അത് ശരിയാ. ഇപ്പൊ മനസ്സിൽ നിന്നും എന്തോ ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ തോന്നുന്നുണ്ട്. നീ വിഷമിക്കേണ്ടടാ മോനെ. ഇതല്ല നിനക്ക് വിധിച്ചിട്ടുള്ളത്. നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു പാവം മോളെ നമുക്ക് കിട്ടും, എത്രയും വേഗം. അവൾ നമ്മുടെ ഈ വീട്ടിലെ രാജകുമാരിയായിരിക്കും. അമ്മ അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അവനൊന്ന് അമ്മയെ നോക്കി ചിരിച്ചു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ രാത്രി അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. ദിവസങ്ങൾ പതിയെ മുൻപോട്ട് പോയി. ഒരു ദിവസം വൈകുന്നേരം സമയം. ദേവൻ പാടത്ത് പണിയിലാണ്. പെട്ടെന്ന് അവൻ തിരിഞ്ഞതും കാല് ചെന്നൊരു കല്ലിൽ ഇടിച്ചു. അവന് വല്ലാത്ത വേദന തോന്നി. ശരീരമാകെ ഒരു തരിപ്പ് ഓടുന്നത് പോലെ. അവൻ പതിയെ കാലിലേക്കൊന്ന് നോക്കിയതും അവിടെയാകെ ചോര പടർന്നിരുന്നു. കാര്യമായിട്ടെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഒരടി പോലും മുൻപോട്ട് വെക്കാൻ കഴിയുന്നില്ല. അന്ന് പണിക്കാരെല്ലാം ഉച്ചയ്ക്കേ പോയിരുന്നു. അവൻ എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല. തല ചുറ്റുന്നത് പോലെ തോന്നിയതും അവൻ പതിയെ ആ വരമ്പത്തിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അനുപമ. അടുത്തു തന്നെയുള്ള അംഗൻവാടിയിലെ ടീച്ചറാണ് അവൾ. ദേവന്റെ പാടത്തിന് സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് അവൾ വീട്ടിലേക്ക് പോകാറ്. അന്നും പതിവ് പോലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പാടവരമ്പത്ത് തളർന്നിരിക്കുന്ന ദേവനെ അവൾ കണ്ടത്. എന്നും വരുമ്പോൾ ദേവൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ ഒരിടത്ത് തളർന്നിരിക്കുന്നത് കാണാറേയില്ല. ഇന്ന് എന്തു പറ്റിയാവോ? അതും ചിന്തിച്ചുകൊണ്ട് അവൾ ദേവനെ തന്നെ ഒന്ന് നോക്കി. അപ്പോഴാണ് അവന്റെ കാലിൽ പടർന്നിരിക്കുന്ന ചോര അവൾ കണ്ടത്. അവൾ വേഗത്തിൽ അവൻ അടുത്തേക്ക് നടന്നു. ദേവേട്ട, എന്താ പറ്റിയത്? കാല് മുറിഞ്ഞ് ചോര വരുന്നു.
അവൾ അവനരികിൽ ചെന്നു പറഞ്ഞതും അവൻ പതിയെ കണ്ണു തുറന്ന് അവളെ ഒന്ന് നോക്കി. ആ അനുപമയോ? അവന് അവളെ കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി. ഇതെന്താ പറ്റിയേ? എങ്ങനെയാ മുറിഞ്ഞേ? അവൾ ആശങ്കയോടെ ചോദിച്ചു. അതൊന്നുമില്ല, അവിടെ കല്ല് കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അതിൽ വെച്ച് കുത്തിപ്പോയി, അവൻ പറഞ്ഞു. അതൊന്നും ഇല്ലെന്നോ? നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് ചോര വരുന്നു. പറഞ്ഞുകൊണ്ട് അവൾ ബാഗിൽ നിന്നും വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് അടുപ്പ് തുറന്ന് അവന് നേരെ നീട്ടി. ദാ ഇത് കുടിക്കി, അവൾ പറഞ്ഞതും അവൻ തന്റെ കയ്യിലേക്കൊന്ന് നോക്കി. കയ്യിലാകെ ചെളിയാണ്. അവൻ നോക്കുന്നത് കണ്ട് കാര്യം മനസ്സിലായ അവൾ പറഞ്ഞു. സാരില്ല, ചെളി ആയിക്കോട്ടെ. അവൾ പറഞ്ഞതും അവൻ ഇട്ടിരുന്ന ബനിയനിൽ ഒന്ന് കൈ തുടച്ചുകൊണ്ട് പതിയെ ആ കുപ്പി വാങ്ങി വെള്ളം കുടിച്ചു. വേറെ എന്തേലും കുഴപ്പമുണ്ടോ? തല ചുറ്റുന്നുണ്ടോ? അവൾ ചോദിച്ചു. അവളുടെ ചോദ്യത്തിൽ വല്ലാത്തൊരു വെപ്രാളം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നിയിരുന്നു. അവൻ കുപ്പി തിരികെ നൽകിക്കൊണ്ട് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഏയ് ഇല്ലടോ, ഇപ്പോ കുഴപ്പമില്ല. വെള്ളം കുടിച്ചപ്പോൾ ചെറിയൊരു സമാധാനം തോന്നുന്നുണ്ട്. താങ്ക്സ്, അവൻ പറഞ്ഞു. ദേവേട്ടൻ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പോ വരാം. പറഞ്ഞുകൊണ്ട് അവൾ നേരെ വരമ്പത്തുകൂടെ മുൻപോട്ട് നടന്നു. അവന്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. ഇവളിതെങ്ങോട്ടാ ഈ പോകുന്നേ? അവൻ ചിന്തിക്കാതെ ഇരുന്നില്ല. അവൾ നേരെ പോയത് പാടത്തിന് സൈഡിലൂടെ ഒഴുകുന്ന തോടിനടുത്തേക്കാണ്. ദേവന് ഇരിക്കുന്നിടത്തു നിന്നും നോക്കിയാൽ അവളെ കാണാം. അവൾ അവിടെ അരികിലായി ചാഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ കൊമ്പിന്മേൽ അവളുടെ ബാഗ് തൂക്കിയിട്ടു. ശേഷം ആ കുപ്പി കഴുകി തോട്ടിൽ നിന്നും തണുത്ത വെള്ളം അതിൽ നിറച്ചെടുത്തു. വരുമ്പോൾ ബാഗിൽ നിന്ന് അവളുടെ വെള്ള നിറത്തിലുള്ളൊരു ടവൽ കൂടി എടുത്ത് കയ്യിൽ പിടിച്ചു. ബാഗ് എടുത്തിട്ടില്ല, അവിടെ തന്നെ വെച്ചു. ദേവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവന് വല്ലാത്ത അത്ഭുതം തോന്നി. ദേവേട്ട, ആ കാലിങ്ങോട്ട് നീട്ടിക്കേ, അവൾ പറഞ്ഞതും അവൻ അവളുടെ നേർക്ക് കാലി നീട്ടിവെച്ചു. അവൾ പതിയെ വളരെ സൂക്ഷിച്ച് കാലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു കൈകൊണ്ട് പതിയെ കാലിലെ ചെളി കഴുകി പോക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവൻ ഒന്ന് ഞെട്ടി. അപ്പോഴാണ് അവനത് ചിന്തിച്ചത്. ഞാൻ കഴുകിക്കോളാം അനുപമേ, നിന്റെ കയ്യിൽ വെറുതെ ചെളിയാക്കേണ്ട, അവൻ പറഞ്ഞതും അവളൊന്ന് അവനെ തർപ്പിച്ചു നോക്കി. അതിനെന്താ, അതൊന്നും എനിക്ക് സാരില്ല. ഇത് കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും. ഇപ്പോൾ ഞാനിത് കഴുകി ഈ ടവൽ കെട്ടിത്തരാം. എന്നിട്ട് ദേവേട്ടൻ ഇപ്പോൾ തന്നെ വീട്ടിൽ ചെന്നിട്ട് മരുന്ന് വെച്ച് കെട്ടണം. അല്ലെങ്കിൽ ക്ലിനിക്കിൽ കാണിച്ചാലും മതി. എന്തേലും ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകും കേട്ടോ. അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിയോടെ തലയാട്ടി. ഇവിടെ നല്ലോണം മുറിഞ്ഞിട്ടുണ്ട്, നഖവും ചെറുതായിട്ട് ഇളകിയിട്ടുണ്ട്. അതായിരിക്കും തല ചുറ്റിയത്. എന്തായാലും ഇത് ക്ലിനിക്കിൽ കാണിക്കുന്നതായിരിക്കും ദേവേട്ടാ നല്ലത്. കാലിലെ തള്ളവിരലിലേക്ക് നോക്കി അവൾ വീണ്ടും പറഞ്ഞു. അവനൊന്ന് തലയാട്ടി. മുറിവ് നന്നായി കഴുകിയ ശേഷം അവൾ ടവൽ ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തു. നിമിഷ നേരം കൊണ്ട് ടവലിലേക്ക് ആ രക്തം പടർന്നു പിടിച്ചു. ചോര നിൽക്കുന്നില്ലല്ലോ ദേവേട്ടാ, ഇപ്പോൾ തന്നെ പോയി ഡോക്ടറെ കാണിക്ക്, പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഇപ്പോൾ തല ചുറ്റുന്നൊന്നുമില്ലല്ലോ, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുമോ? വീട്ടിൽ ചെന്ന് പറയണോ? അവൾ ചോദിക്കുന്നത് കേട്ട് അവനൊന്ന് ചിരിച്ചുപോയി. നീ എന്നെ അത്രയ്ക്കും ചെറുതാക്കി കളയല്ലേ അനുപമേ. ഞാനെന്താ ഇള്ള കുട്ടിയോ? എനിക്ക് വയസ്സ് 30 ആയി. അവനൊരു ചിരിയോടെ തന്നെ പറഞ്ഞതും അവളും ഒന്ന് ചിരിച്ചുപോയി. എന്നാ ഞാൻ പോവാ, ദേവേട്ടൻ സൂക്ഷിച്ച് പതിയെ പോയാൽ മതിയിട്ടോ, പറഞ്ഞുകൊണ്ട് അവൾ മുൻപോട്ട് നടക്കാൻ തുടങ്ങിയതും അവൻ അവളെ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. സാരി എത്ര ഒതുക്കി പിടിച്ചു വെച്ചിരുന്നെങ്കിലും സാരിയുടെ അടിഭാഗം മുഴുവൻ ചെളിയായിട്ടുണ്ട്. അവൻ അവളോട് വല്ലാത്ത പാവം തോന്നി. സാരിയിലാകെ ചെളിയായല്ലോ, അവനൊരു വെല്ലായ്മയോടെ പറഞ്ഞു. സാരമില്ല, അത് കഴുകിയാൽ പോകും, അവളൊരു ചിരിയോടെ പറഞ്ഞു. താങ്ക്സ്, അവൻ നിറഞ്ഞ മനസ്സോടെ തന്നെ പറഞ്ഞതും അവളൊന്ന് വെറുതെ ചിരിച്ചതേയുള്ളൂ. പിന്നെ ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. മരക്കൊമ്പിൽ നിന്നും ബാഗ് എടുക്കുമ്പോൾ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അവളെയും നോക്കി ആ വരമ്പത്ത് തന്നെ അവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവളൊരു പുഞ്ചിരിയോടെ മുൻപോട്ട് നടന്നു. വിവരം വെച്ച കാലത്തെപ്പോഴോ മനസ്സിൽ കയറി കൂടിയതാണ് അവൻ. മണ്ണിൽ പണിയെടുത്ത് വിയർത്തൊലിച്ചു നിൽക്കുന്ന അവനെ വല്ലാത്തൊരു കൗതുകത്തോടെ നോക്കി നിന്നു പോയിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ എന്തോ തുറന്നു പറയാൻ സാധിച്ചില്ല. ആരും അറിയാതെ, അവൻ പോലും അറിയാതെ അവനെ അവൾ പ്രണയിച്ചു തുടങ്ങി. ഒരു ദിവസം ആരോ പറഞ്ഞ് അറിഞ്ഞു അവന്റെ കല്യാണം അവന്റെ മുറപ്പെണ്ണ് മായയുമായി ഉറപ്പിച്ചെന്ന്. അന്ന് ആരും കാണാതെ എത്രമാത്രം കരഞ്ഞെന്ന് അവൾക്ക് തന്നെ അറിയില്ല. മനസ്സിലെപ്പോഴോ അവൾ പോലും അറിയാതെ അവനെ അവൾ അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ മായയുമായുള്ള വിവാഹം വേണ്ടെന്ന് വെച്ചതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ദേവേട്ടൻ ഇനി മറ്റൊരു പെണ്ണിൻ്റെതാണ്. വേറൊരു പെണ്ണിന്റെ അവകാശിയെ ആഗ്രഹിക്കാനോ സ്നേഹിക്കാനോ പാടില്ല. അതവൾക്ക് നന്നായി അറിയാം.
അതുകൊണ്ട് തന്നെ അവനെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾ. പക്ഷേ സാധിക്കുന്നില്ല. അവളുടെ ഹൃദയത്തിന്റെ ഒരു കോണിൽ നഷ്ടപ്രണയം എന്ന പേരിൽ അവനിപ്പോഴും തെളിഞ്ഞു കിടപ്പുണ്ട്. കണ്ണിൽ നിന്നും മറയുന്നതുവരെ ദേവൻ അവളെ നോക്കി നിന്നു. പിന്നെ അവൾ കെട്ടിത്തന്ന കാൽവിരലിലേക്ക് നോക്കി. ചേറിലും ചെളിയിലും കിടക്കുന്നവനാണെന്ന് പറഞ്ഞു കളിയാക്കിയ, കുളിച്ചാൽ പോലും അടുത്തേക്ക് വരാൻ അറപ്പ് കാണിക്കുന്ന ചിലരുടെയൊക്കെ മുഖങ്ങൾ അവന്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അതിൽ ഏറ്റവും മുൻപിൽ ഉണ്ടായിരുന്നത് തീർച്ചയായും മായയുടെ മുഖം തന്നെയായിരുന്നു. ആ സ്ഥാനത്ത് അവന്റെ മനസ്സിൽ അനുപമയുടെ നിഷ്കളങ്കമായ മുഖം തെളിഞ്ഞു വന്നു. യാതൊരു അറപ്പുമില്ലാതെ സ്വന്തം കൈകൊണ്ട് തന്റെ ചെളി പുരണ്ട കാൽ കഴുകി വൃത്തിയാക്കി തുണി കെട്ടിത്തന്ന അവളുടെ മനസ്സ് എത്ര വലുതാണെന്ന് അവൻ ചിന്തിച്ചു പോയി. എന്തിനെന്നറിയാതെ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു ആ സമയം.